നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതെന്താ തിരുമേനി ഇപ്പോ? ഇദ്ദേഹത്തെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചിരുന്നോ? ചില മനുഷ്യരെ ക്ഷണിക്കാതെയും വരുമോ? വരാതിരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ മനസാക്ഷി അവരെ വെറുതെ വിടില്ല. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ചില സത്യങ്ങൾ അറിയുമ്പോ അമ്മ തന്നെ ഞെട്ടിപ്പോവും. ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്നതാണോ എന്ന് ചിന്തിച്ചു പോവും. അമ്മേ, ആ തിരുമേനിക്ക് ഒരു വലിയ കള്ളം നമ്മളോട് പറയേണ്ടി വന്നു. ജ്യോതിഷം കൃത്യമായി നോക്കി പറയുന്ന നല്ലവനായ തിരുമേനി നമ്മളോട് പറഞ്ഞത് കള്ളോ? 21 ദിവസം മൈഥിലിയും കാർത്തിയേട്ടനും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണമെന്ന് തിരുമേനിയുടെ ജ്യോത്സ്യവിധി ഒരു ചതിയായിരുന്നു. ആ ചതി തിരുമേനിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് മറ്റു ചിലരെ. അയ്യോ, അതാരാ? ആരൊക്കെയായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് അമ്മയ്ക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈശ്വരാ, അന്ന് ഈ കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. തിരുമേനിയോട് ഞാനത് ചോദിക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹം ഉരുണ്ട് കളിച്ചു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് അത് തുറന്നു പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പൊന്നുമോൾ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വലിയൊരു തെറ്റുപറ്റി. ജീവിതത്തിൽ ഇന്നുവരെ ചെയ്യാത്തൊരു തെറ്റാ ഞാൻ ചെയ്തത്. എന്താ പറ്റിയ തിരുമേനി? തിരുമേനി തുറന്നു പറയൂ. ജ്യോതിഷം ദൈവദത്തമായ ഒരു സത്യമായതുകൊണ്ട് അത് കൃത്യമായി ചെയ്യാത്തവർ ദ്രോഹം ചെയ്യുന്നവരാണ്. ഞാനൊരു മഹാ അപരാധമാണ് ചെയ്തത്. എന്റെ പേരക്കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി എനിക്കത് ചെയ്യേണ്ടി വന്നു മോളെ. കാർത്തിക് സാറും അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയും കൂടി ഒരേ മുറിയിൽ 24 ദിവസം കഴിയണമെന്ന് ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. എന്നോട് ക്ഷമിക്കണം, പറയേണ്ടി വന്നു. മോള് തരുന്ന ഏത് ശിക്ഷയും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു ബ്രാഹ്മണനായ ഞാനത് പറഞ്ഞത് ഗുരുതരമായ തെറ്റാണ്. ആരാ തിരുമേനി തിരുമേനിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്? അതെ, അത് മാത്രം മോൾ എന്നോട് ചോദിക്കരുത്. മരണഭയമുണ്ട്, ഞാനത് പറയില്ല. ശരി, വേണ്ട, തിരുമേനി പറയണ്ട. പക്ഷേ ഇതിന്റെ പിന്നിൽ ആരൊക്കെ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും വലിയവനായ ആ തിരുമേനിയും കള്ളം പറഞ്ഞു. വിഗ്രഹങ്ങളൊക്കെ എത്ര പെട്ടെന്ന് ഉടയുന്നല്ലേ. മോളെ, ഇവിടെ നടന്ന ഈ കാര്യം അമ്മയോട് തുറന്നു പറയണ്ടേ? ഞാൻ ആലോചിച്ചമ്മേ, മുത്തശ്ശിയോട് അത് പറയണോ വേണ്ടയോന്ന്. വേണ്ട, മുത്തശ്ശി വല്ലാതെ തകർന്നു പോവും. ഒന്നാമത് മുത്തശ്ശി ജ്യോതിഷത്തെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട്. മറ്റൊന്ന്, ആ വിശ്വാസം ഒരു കുടുംബത്തെയും പ്രത്യേകിച്ച് എന്നെയും കാർത്തിയേട്ടനെയും വല്ലാതെ തകർക്കുന്നുണ്ടെന്ന് അറിയുമ്പോ വേണ്ട, അത് പറയണ്ട. പിന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ അവസാനിപ്പിക്കും? അതിന് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. കടിച്ച പാമ്പ് തന്നെ തിരികെ എഴഞ്ഞു കയറും. ആ പാമ്പ് തന്നെ വിഷവും ഇറക്കും. നീ കാര്യം എന്താന്ന് തുറന്നു പറയൂ കുഞ്ഞെ. ഞാൻ പറയുമ്പോ ഒരു സുഖം ഉണ്ടാവില്ല. അമ്മ അത് കാണുകയും കേൾക്കുകയും ചെയ്യും. അപ്പൊ നല്ല രസമുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.